ഹായ് ഫ്രണ്ട്സ്, നാം എത്രയൊക്കെ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചാലും അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് ടേം നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ ശ്രമം നടത്താറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇൻട്രാഡേ ട്രേഡിംഗ്, ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിംഗ്, BTST ട്രേഡ്, അതുപോലെ F&O മാർക്കറ്റുകൾ, അതുപോലെ സ്പെക്കുലേറ്റീവ് ട്രേഡ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു ഷോർട്ട് ടേം മെൻറ്റാലിറ്റി നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പെന്നി സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇപ്പോൾ സ്റ്റോക്ക് ഫണ്ടമെൻ്റൽസും അതിൻ്റെ ബിസിനസ്സും മനസ്സിലാക്കാതെ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൈസ് മാത്രം നോക്കിക്കൊണ്ട് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോകുന്നത് അനുസരിച്ചിട്ട് ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്നും മനസ്സിലാക്കാതെ എൻട്രി എടുക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പെക്കുലേറ്റീവ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു 5 to 10% മാത്രമേ അത്തരം ഒരു സ്പെക്കുലേറ്റീവ് ഷോർട്ട് ടേം ട്രേഡുകളിൽ ഏർപ്പെടുന്നവർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ബേസിക്കലായിട്ട് പറയാനുള്ളത്. അത് 5 to 10 എന്ന് പറയുന്നത് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ച്, ചിലർക്ക് അത് 5% താഴെ ആയിരിക്കാം, ചിലർക്ക് അത് 5 to 10 വരെ പോകാം. അപ്പോൾ പല ലീഡിങ് ഇൻവെസ്റ്റേഴ്സും നമുക്കറിയാം, ഈ ബിഗ് ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെ ഒരേ സമയം ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മുകുൽ അഗർവാൾ, ആശിഷ് കച്ചോലിയ, വിജയ് കേഡിയ തുടങ്ങി പെരിഞ്ചു വെളിയത്ത് വരെയുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ക്യാപിറ്റലിൻ്റെ ചെറിയൊരു ഭാഗം ഇത്തരം റിസ്കി ട്രേഡുകൾക്ക് അവർ മാറ്റിവെക്കുന്നതായി അവരുടെ പെന്നി സ്റ്റോക്ക് ഹോൾഡിങ്സ് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, റിസ്കി ട്രേഡ് ആണെങ്കിലും അത് ബ്ലൈൻഡ് സ്പെക്കുലേഷൻ ആവാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഫണ്ടമെൻ്റൽ അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് നടത്തി അതിൻ്റെ ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു സ്പെക്കുലേഷൻ കാൽക്കുലേറ്റഡ് ആയിരിക്കണം. എല്ലാ സ്റ്റോക്കിനും അതിൻ്റെ അടിയിൽ ഒരു ബിസിനസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ബിസിനസ്സിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ബിസിനസ്സിലുള്ള കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. ഒരു ബാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു പാനിക് സെല്ലിങ് നമ്മൾ നടത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺവിക്ഷൻ നമുക്ക് ആ സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ, അതിൻ്റെ ബിസിനസ് നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു 50% നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റർ ആകാൻ അത് സഹായിക്കും. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടാണ് മാർക്കറ്റിൽ ഇപ്പോഴും ഒരു ട്രിഗർ പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പല PSU സ്റ്റോക്കുകളും ലോക്സഭാ ഇലക്ഷന് ശേഷം എങ്ങനെ പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ നാം ആശങ്കകുലരാണ്. ഇതേപോലെ ഇലക്ഷൻ റിസൾട്ടിന് വമ്പിച്ച് പ്രാധാന്യം ലഭിക്കാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ആണ് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ. മേക്ക് ഓർ ബ്രേക്ക് എന്ന ഒരു ലെവലിലാണ് അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ടുകൾ. അതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ കാരണങ്ങളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇലക്ഷന് ശേഷം അദാനി സ്റ്റോക്കുകൾ പറക്കുകയാണെങ്കിൽ, ആ ഒരു റാലി മിസ് ചെയ്യരുതെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ 3 അദാനി സ്റ്റോക്കുകൾ പരിഗണിക്കാവുന്നതാണ്. ആ സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത, അതിനൊരു ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ എന്തായാലും ഉണ്ടാവും. കാരണം അഥവാ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ക്രാഷ് വരികയാണെങ്കിൽ തന്നെ ഈ 3 സ്റ്റോക്കുകളിൽ ശക്തമായ ബിസിനസ് ഫണ്ടമെൻ്റൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ പിടിച്ചു നിൽക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതൊരു പോർട്ട് ഡെവലപ്മെൻറ്റും അതിൻ്റെ ഓപ്പറേഷൻസും മെയിൻ്റനൻസും അത്തരം ബിസിനസ്സിലുള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അടക്കം മാനേജ് ചെയ്യുന്നത് ഈ അദാനി പോർട്ട് കമ്പനിയാണ്. ഇവർക്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ മുദ്ര പോർട്ടിൽ സ്വന്തമായിട്ടുണ്ട്. ആ ഒരു മൾട്ടി പ്രൊഡക്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ കൂടി മാനേജ് ചെയ്യുന്നത് ഈ ഒരു അദാനി പോർട്ടാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയാൻ കാരണം. 3 ലക്ഷത്തിന് മേലെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് ഇത്. കറണ്ട് പ്രൈസ് 1400 എന്ന ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഓൾ ടൈം ഹൈയിൻ്റെ അടുത്താണ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 36 ഇൻഡസ്ട്രി PEയും 36. കാരണം ഇതൊരു മൊണോപ്പൊളി സ്റ്റോക്കാണ്. കാരണം ഇതേപോലെ വേറൊരു കമ്പനി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഡസ്ട്രി PE നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇതിൻ്റെ ബുക്ക് വാല്യൂ 245. പ്രൈസ് ടു ബുക്ക് വാല്യൂ 5.71. പ്രൈസ് ടു ബുക്ക് വാല്യൂവിൻ്റെ ഒരു താരതമ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഡെബ്റ്റ് ടു ഇക്വിറ്റി 0.93. പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 1.70 ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദാനി സ്റ്റോക്കുകളിൽ നമ്മൾ ഏറ്റവും അധികം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് അതിൻ്റെ ഡെബ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. കാരണം വൻതോതിൽ ഡെബ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ ഭൂരിഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഡെബ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1-ൽ താഴെയാണ് എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് വളരെ നെഗ്ലിജിബിളാണ്, 1% മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് ഈ സ്റ്റോക്ക്. ഡിവിഡൻഡ് ഈൽഡ് 0.43 ഉണ്ട്.
ഈ കമ്പനിയുടെ ROC 12.9 ROE 17.1 ആണ്. അത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ROCയും ROE ആണ് നമുക്ക് പറയാൻ കഴിയും. ഇനി ഇയർ ഓൺ ഇയർ സെയിൽസിൽ 19% വർധനമാണ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ നമ്മൾ കാണിക്കുന്നത്. അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 2.53% നേരിയ വർധനവും കാണിക്കുന്നുണ്ട്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ -0.34 ചെറിയൊരു ഡിപ്പ് ഉണ്ടെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ അത് -8.76% എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ -8% ഒരു പ്രോഫിറ്റിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഡൗൺ കാണിക്കാനുള്ള ഒരു കാരണം ഇതിൻ്റെ അതർ ഇൻകം എന്ന രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു 507 crore കാണുന്നുണ്ട്. ആ ഒരു അതർ ഇൻകം ഇപ്രാവശ്യം കാണുന്നില്ല, അത് -70 ആണ്. അതുകൊണ്ട് ആകാം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റ് മൈനസിൽ കാണിക്കുന്നത്. ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 65% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ 3% ഹോൾഡിങ്ങും 8% അതർ ഡൊമസ്റ്റിക് DIAസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 14% ഈ സ്റ്റോക്കിലുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ്, 7% മാത്രമേ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരാൻ പോകുന്ന ജൂൺ 24 BSE സെൻസെക്സിൽ വരാൻ പോകുന്ന മാറ്റങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അദാനി പോർട്ട് ആ സെൻസെക്സിലേക്ക് കയറാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഒരു അദാനി സ്റ്റോക്ക് BSE സെൻസെക്സിലേക്ക് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഈ സ്റ്റോക്ക് വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ വാങ്ങുമ്പോൾ തീർച്ചയായും ഈ സ്റ്റോക്കിൽ ഒരു വൻ ഡിമാൻഡ് വർദ്ധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രൈസ് ഹൈക്ക് നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് പറയുന്നത് അദാനി പവറാണ്. അദാനി പവർ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിലുള്ള ലാർജസ്റ്റ് തെർമൽ പവർ പ്രൊഡ്യൂസറാണ്. ഒരു ലോങ് ടേം പർച്ചേസ് എഗ്രിമെൻറ്റ്, പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് പല കമ്പനികൾക്കുമായിട്ട് ഇവർക്കുണ്ട്. അതുപോലെ ഷോർട്ട് ടേം പവർ പർച്ചേസ് എഗ്രിമെൻറ്റ്സും ധാരാളമായിട്ട് ഇവരുടെ ബിസിനസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇന്ത്യയിലെ പവർ പ്രൊഡ്യൂസിങ് രംഗത്ത് 6% ഇവരുടെ പ്രൊഡക്ഷൻ. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന PSU കമ്പനികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനികളുടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതിൽ 6% നമുക്ക് അദാനി പവറിൻ്റെ കാണാൻ. എന്നാൽ ടോട്ടൽ പ്രൈവറ്റ് കമ്പനികൾ എടുക്കുമ്പോൾ 16% മാർക്കറ്റ് ഷെയർ ഈ കമ്പനിക്കുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാർക്കറ്റ് ക്യാപ്പ് 2,60,000 മേലെയുള്ള ഈ ഒരു കമ്പനി ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 679 ആണ്. സ്റ്റോക്കിൻ്റെ PE 12.6 ആണ്. ഇൻഡസ്ട്രി PE 29.8 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് അദാനി പവർ നമുക്ക് കാണാൻ കഴിയുക. ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ 112 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 6.7% ഒരു റേഷ്യോ ആണ് കാണാൻ കഴിയുക. അത് കുറച്ച് ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ കമ്പനി എക്സ്പെൻസീവ് ആണെന്ന് നമുക്കിപ്പോൾ അതിൻ്റെ പ്രൈസ് വെച്ചിട്ട് പറയാൻ പറ്റും. ROC 32%, ROE 57% കാണിക്കുന്ന നല്ല പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ഈ അദാനി പവർ കാണാൻ കഴിയുക. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 30% വർധനവ് ഈ ഒടുവിലത്തെ ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രോഫിറ്റിൽ പക്ഷേ നമുക്ക് -47% ഒരു ഡീഗ്രോത്താണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റിൻ്റെ ഡീഗ്രോത്തിനുള്ള കാരണം മാർച്ച് 23 കഴിഞ്ഞ വർഷത്തെ മാർച്ച് ക്വാർട്ടറിലുള്ള ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ടാക്സ് ഇനത്തിൽ -484% ഇവർക്ക് ഒരു ഇൻകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആ സമയത്ത് കൂടിയത്. അപ്പോൾ ഇപ്പോൾ ഈ ടാക്സ് 23% എന്ന ഫിഗറാണ് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് ഒരു -47 എന്നുള്ള ഫിഗർ കാണാൻ കഴിയുന്നത്. അത് ബിസിനസ്സുമായിട്ട് ബന്ധമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 2.87% ഒരു ഗ്രോത്തും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 0.03 ഒരു നേരിയൊരു ഇടിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ഈ ടാക്സ് ഡിഫറൻസ് കാരണമാണ്. കാരണം കഴിഞ്ഞ ക്വാർട്ടറിലെ ടാക്സ് 15% ആണെങ്കിൽ ഇപ്പോൾ അത് 23% കാണാൻ കഴിയും. കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 71%, മ്യൂച്വൽ ഫണ്ട് മറ്റ് DIAസും എല്ലാം കൂടി ഏകദേശം 2%, അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ 15% ഹോൾഡിംഗും ഉണ്ട്. കൂടാതെ റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ 10% ചെറിയൊരു ഹോൾഡിംഗ് ആണ് നമുക്ക് ഈ സ്റ്റോക്കിലും കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.80 ആണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പവർ കമ്പനികളൊക്കെ ഹൈ ഡെപ്റ്റ് കമ്പനികളാണ്. അത് നിങ്ങൾ PSU കമ്പനികളായാലും പ്രൈവറ്റ് കമ്പനികളായാലും അതൊക്കെ ഒന്നിൽ കൂടുതൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്ന കമ്പനികളാണ്. ഇപ്പോൾ നമുക്ക് ടാറ്റ പവർ എടുത്തു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ പവർ കമ്പനികളിൽ, ലാർജസ്റ്റ് പവർ കമ്പനികളിൽ ഏറ്റവും ഡെപ്റ്റ് കുറഞ്ഞ കമ്പനിയാണ് അദാനി പവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമുക്കറിയാം, ഈ പവർ കമ്പനികൾക്ക് ഡെപ്റ്റ് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് അവർ ഡെപ്റ്റ് റൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ അദാനി പവറിൽ നമുക്ക് 16% ഒരു പ്ലഡ്ജിങ് കാണുന്നുണ്ട്. അത് ഈ കമ്പനിയിലെ ഒരു ചെറിയൊരു റിസ്ക് ഫാക്ടറാണ്. എന്നാൽ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ലെസ് ഡെപ്റ്റുള്ള ഒരു കമ്പനി എന്നുള്ള നിലക്ക് പവർ സെക്ടറുകളുള്ള നല്ലൊരു കമ്പനിയായിട്ടാണ് ഈ അദാനി പവർ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക. ഇനി അടുത്ത സ്റ്റോക്ക് അംബുജ സിമെൻറ്റ്സ് ആണ്. അംബുജ സിമെൻറ്റ് എന്ന് പറയുന്നത് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സിമെൻറ്റ് കമ്പനിയാണ്. അദാനി ഗ്രൂപ്പ് അടുത്ത കാലത്താണ് ഈ കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത്. കമ്പനിക്ക് 6ഓളം ഇൻ്റഗ്രേറ്റഡ് സിമെൻറ്റ് മാനുഫാക്ചറിങ് പ്ലാന്റുകൾ ഇന്ത്യയിലുണ്ട്. കൂടാതെ 8ഓളം ഗ്രൈൻഡിങ് യൂണിറ്റുകളും രാജ്യത്തെങ്ങോളങ്ങളും ഉണ്ട്. ഏകദേശം സിമെൻറ്റ് ആ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റിൽ 14% ഒരു മാർക്കറ്റ് ഷെയറാണ് ഈ അംബുജ സിമെൻറ്റ്സിന് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,50,000 കോടിക്ക് മേലെ മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയാണ് അംബുജ സിമെൻറ്റ്. കറണ്ട് പ്രൈസ് 627 സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 44.8 ആണ്. ഇൻഡസ്ട്രി PE 29.7 ആണ്. ഇൻഡസ്ട്രി PUമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഓവർ വാല്യൂഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ബുക്ക് വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 176 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.57 ആണ്. അപ്പോൾ 3 എന്നുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്നാണ് പൊതുവെ മനസ്സിലാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഒരു റീസണബിൾ വാല്യുവേഷനിലാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ROCE സ്റ്റോക്കിൻ്റെത് 13.9% ആണ്. ROE 10.1% ആണ്. അതൊരു ആവറേജ് ROEയും ROCയുമാണ്. ഈ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. അത് 0.02 ആണ്. അപ്പോൾ അദാനി കമ്പനികളിൽ ഒരു സീറോ ഡെപ്റ്റ് കമ്പനി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അംബുജ സിമെൻറ്റിനെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് യാതൊരുവിധ സ്റ്റോക്കും പ്ലഡ്ജ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ആ ഒരു പ്ലഡ്ജിങ് പെർസെൻറ്റേജിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട് മറ്റ് 2 സ്റ്റോക്കുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ക്വാർട്ടർലി റിസൾട്ടാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 11% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 24% വർധനവും നമുക്ക് അംബുജ സിമെൻറ്റിൽ കാണാം. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 9% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 40% വർധനവും നമുക്ക് അംബുജ സിമെൻറ്റിൽ കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 70% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടും അതുപോലെ മറ്റ് DIAs എല്ലാം കൂടി ഏകദേശം 13% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏകദേശം 10% ഹോൾഡിംഗ് ഉണ്ട്. പബ്ലിക്കിൻ്റെയും റീറ്റെയിൽസിൻ്റെയും ഹോൾഡിങ് ഏകദേശം 6% മാത്രമാണ് നമുക്കിതിൽ കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു 3 അദാനി സ്റ്റോക്കുകളാണ് വരുന്ന ലോക്സഭാ ഇലക്ഷനുമായി അതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ആ ഒരു അനിശ്ചിതത്വം നിറഞ്ഞ മാർക്കറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന 3 അദാനി സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകൾ കൂടുതൽ റിസർച്ച് നടത്താൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഏത് സ്റ്റോക്കുകളിലായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈ അദാനി സ്റ്റോക്കുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാണ് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.